സുനിത കുക്കൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ടുള്ള 2-3 കൂട്ടം കറികളാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഒട്ടും സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു ചമ്മന്തിയാണ് കേട്ടോ. അതിനോടൊരു പാൻ വെച്ചിട്ട് 7-8 വറ്റൽമുളക് ചേർത്ത് കൊടുത്തു, കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തു. ഇതിലേക്കൊരു സ്വല്പം വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തു. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ചെറിയൊരു കഷ്ണം പുളി, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ്. ഇതിലേക്ക് നമുക്ക് ചമ്മന്തിക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അതുകൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 4 ഇതള് കറിവേപ്പില അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ്. ഇത് നമുക്ക് തേങ്ങയൊന്നും ഒരുപാട് സമയം അങ്ങ് ഫ്രൈ ആകണ്ട. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഇതിന് നമുക്ക് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ചമ്മന്തി അരയ്ക്കും പോലെ അരച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അതിന് വേണ്ടി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു. വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തു. ഒരു 2-3 കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ സവോളയുടെ പകുതി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ചെറിയ 2 പച്ചമുളക് കട്ട് ചെയ്ത് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തു. ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയോട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു സ്വല്പം കൂടി ഒന്ന് വേകാനുണ്ട്. അപ്പം നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിലല്ലേ വെച്ചിരിക്കുന്നത്, അപ്പോൾ പതുക്കെ വെന്ത് വരികയുള്ളൂ. അപ്പോൾ 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കി ഇനി നമുക്ക് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കൂടെ കിടക്കുമ്പോൾ നന്നായിട്ട് ഇതൊന്ന് മൂത്ത് വരും. അപ്പം നമുക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം വലിയ ജീരകത്തിൻ്റെ പൊടി അതുകൂടെ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാണ്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് 1 മിനിറ്റ് കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ സ്റ്റൗവിൽ. ഇപ്പോൾ റെഡിയായി മെഴുക്ക് പുരട്ടി. ഇനി നമ്മളെടുത്ത് ചെയ്യുന്നത് വളരെ എളുപ്പത്തിലൊരു മോര് കറിയാണ് കേട്ടോ. അരയ്ക്കൊന്നും വേണ്ട, കഷ്ണങ്ങളൊന്നും ചേർക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു. കുറച്ച് ഉലുവ കൂടി ചേർക്കണം കേട്ടോ, അധികം മറന്നുപോയി. അപ്പോൾ അതിനുശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇളക്കി കൊടുത്തു.
ഇതിലേക്ക് പച്ചമുളകും കറിവേപ്പിലും ചേർത്തു. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഈ ചെറുതായിട്ട് അരിഞ്ഞ് 2-3 കഷ്ണം വെളുത്തുള്ളി അതും അങ്ങ് ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ പീസ് ഇഞ്ചി അതും ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയായിരിക്കും അത്രയും കൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം കുറച്ച് വെക്കണം. ഒരു നുള്ള് കായപ്പൊടി അതുകൂടെ ചേർത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം വെള്ളം, ഒരു 1/4 കപ്പിന് താഴെ മതി, അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്സിയിൽ അടിച്ചെടുത്ത് തൈരങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം തിളച്ച് കിടന്നുകൊണ്ട് തന്നെ ചൂടുണ്ടല്ലോ, നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തെങ്കിലും ചൂടുണ്ട്, അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ആക്കിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 1 മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ 3 കൂട്ടം കറികളും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ചക്കയുടെ കൂഞ്ഞി തോരൻ വെച്ചതിരിക്കുന്നുണ്ടായിരുന്നു, അതാണത്. പിന്നെ ചമ്മന്തി, മെഴുക്ക് പുരട്ടി, ചക്ക കൂഞ്ഞി തോരൻ, മോര് കറി, ഇതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.